അനീതിക്കെതിരെ പ്രതികരിക്കണമെന്ന ചിന്തയാണ് സ്വാലിഹയെ വർണ്ണങ്ങളുടെ ലോകത്തേക്ക് വഴി നടത്തിയത്. അതുകൊണ്ടുതന്നെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ വേദനകളും പെൺകുട്ടികൾക്കെതിരായ ക്രൂരതകളുമൊക്കെ സ്വാലിഹ ക്യാൻവാസിലേക്ക് പകർത്തുന്നു. കൂടുതലായിട്ട് ഇതിന് പ്രചോദനം നൽകിയിരിക്കുന്നത് ഇങ്ങനെ പബ്ലിക്കിലുണ്ടാകുന്ന ഓരോരോ പ്രശ്നങ്ങൾ കാണുമ്പോൾ നമുക്ക് വോയിസിൽ ഇങ്ങനെ ഒന്നും പറയാനൊന്നും കഴിയില്ല. എന്തൊക്കെ പറയാനൊന്നും അങ്ങനെ പെട്ടെന്ന് കഴിയില്ലല്ലോ. അപ്പോൾ ഞാൻ വരച്ചിട്ട് വെറുതെ ആരും കാണാതെ ഞാൻ ഇങ്ങനെ ഓരോ തീം ബേസ് ആയിട്ടുള്ളത് വരച്ച് വയ്ക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ വരച്ചപ്പോൾ എനിക്ക് പിന്നെ പബ്ലിക്കിലോട്ടേക്ക് കൊണ്ടുവരണമെങ്കിൽ ഈ ഒരു ചിത്രകലയിലൂടെ പബ്ലിക്കിലോട്ട് കൊണ്ടുവരാം എന്നുള്ളൊരു ഉറപ്പിൽ പിന്നെ പ്രൊഫഷണലാക്കി. ഹൈദരാബാദിലാണ് സ്വാലിഹ ചിത്രരചന തുടങ്ങുന്നത്. തിരുവനന്തപുരത്തെത്തിയതോടെ വരയുടെ ലോകത്ത് കൂടുതൽ സജീവമായി. എൻഡോസൾഫാൻ ദുരിതബാധിതരായ കുരുന്നുകളുടെ വേദനകൾ പങ്കുവയ്ക്കുന്നതാണ് നോ മോർ ട്രാജഡി എന്ന ചിത്രം. പെൺകുട്ടികളെ കൊടും ക്രൂരതയ്ക്ക് വിധേയമാക്കുന്നതിനെതിരെയുള്ള പ്രതികരണമാണ് ട്രാജഡി. സൗദിയിലെ എല്ലാ പരിമിതികൾക്കുള്ളിലും ചിത്രരചനയിൽ മുന്നോട്ടു പോകാൻ കഴിയുന്നുണ്ടെന്ന് ഈ യുവതി സാക്ഷ്യപ്പെടുത്തുന്നു. സൗദിയിൽ വന്നതിനുശേഷം 3 തവണ സ്വാലിഹയുടെ ചിത്രങ്ങൾ പ്രവാസി ആസ്വാദകർക്ക് മുന്നിലെത്തി. പെൻസിൽ ഡ്രോയിങ്, ഓയിൽ പെയിന്റിംഗ്, ക്രയോൺസ്, അക്രലിക് തുടങ്ങിയ വിവിധ ചിത്രകലാ വിഭാഗങ്ങളിൽ കുട്ടികൾക്കും സ്ത്രീകൾക്കും ചിത്രരചനാ ക്ലാസുകൾ നടത്തുന്നുണ്ട്. ബിൽലാദൻ ഗ്രൂപ്പിൽ എഞ്ചിനീയറായ ഭർത്താവ് നാസർ അലിയുടെ പൂർണ്ണ പിന്തുണയും സ്വാലിഹയ്ക്കുണ്ട്. റബീഹ് മുഹമ്മദ്, മീഡിയ 1, ജിദ്ദ.